പൊതുവെയുള്ള ഒരു കൺഫ്യൂഷൻ ആണ് ഡീസൽ കാർ എടുക്കണോ പെട്രോൾ കാർ എടുക്കണോ എന്നുള്ളത്. അത് നിങ്ങളെ യൂസിന്റെ പർപ്പസ് അനുസരിച്ചിട്ടാണ് ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാം. ഡീസൽ കാറിന്റെയും പെട്രോൾ കാറിന്റെയും ചില വ്യത്യാസം നമുക്ക് നോക്കി നോക്കാം. പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ പെട്രോൾ കാറുകളെക്കാൾ ഡീസൽ കാറുകൾക്ക് ഒരു 15% വില കൂടുതലായിരിക്കും. മൈലേജ് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന പോലെ പെട്രോൾ വണ്ടിയേക്കാൾ കൂടുതൽ ഡീസൽ വണ്ടിക്ക് തന്നെ ആയിരിക്കും. ഇനി മെയിൻ്റനൻസിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ പെട്രോൾ വണ്ടിക്ക് എപ്പോഴും ഡീസൽ വണ്ടിയേക്കാളും മെയിൻ്റനൻസ് കുറവായിരിക്കും. നിങ്ങൾക്ക് ഒരു സിറ്റി യൂസും അധികം ഓട്ടോ ഒന്നും ഇല്ലെങ്കിൽ എപ്പോഴും പെട്രോൾ വണ്ടിയായിരിക്കും കംഫർട്ട്. കുറച്ച് നിങ്ങൾക്ക് അധികം ഓട്ടവും ലോങ് ഡ്രൈവിൽ ദിവസവും യാത്ര ചെയ്യാനുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഡീസൽ വണ്ടി ആയിരിക്കും അഭികാമ്യം. ഡീസൽ കാറുകളെക്കാൾ കംഫർട്ടും സ്മൂത്ത്നെസ്സും പെട്രോൾ വാഹനങ്ങൾക്കായിരിക്കും. കാരണം അതിൽ ഡീസൽ വണ്ടികളെക്കാൾ എഞ്ചിൻ നോയ്സും ജർക്കിങ്ങും എല്ലാം വളരെ കുറവായിരിക്കും. കംഫർട്ട് മാത്രമല്ല, ഡീസൽ കാർ റെഗുലർ ആയിട്ട് ഓടിയിട്ടില്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മെയിൻ്റനൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. BS6 മുതലുള്ള ഡീസൽ വണ്ടികളിൽ DPF പോലുള്ള കോമ്പോണന്റ് ഉള്ളതിനാൽ ഡെയിലി ബേസിൽ ഓടിയിട്ടില്ലെങ്കിൽ മെയിൻ്റനൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ നല്ല ഓട്ടം ഉള്ള ആളാണെങ്കിൽ, റെഗുലർ ആയിട്ട് ഓടാനുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഡീസൽ വണ്ടി ആയിരിക്കും നല്ല ഓപ്ഷൻ. നേരെ കുറച്ച് നിങ്ങൾക്ക് ഓട്ടം കുറവുള്ള ആളാണെങ്കിൽ പെട്രോൾ വണ്ടിയാണ് ഞാൻ സജസ്റ്റ് ചെയ്യാം. അപ്പം മൈലേജ് മാത്രം നോക്കി കാർ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യം കൂടി കൺസിഡർ ചെയ്ത് തീരുമാനം എടുക്കാം. DPF കുറിച്ച് കൂടുതൽ അറിയാൻ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ പേജിൽ ഷെയർ ചെയ്യുന്നുണ്ട്, അത് ചെക്ക് ചെയ്താൽ മതി.